ശ്രേയയ്ക്ക് 2 ഇരട്ടക്കുട്ടികളാണ്. പപ്പാ വന്നു, പപ്പാ വന്നു എന്നും പറഞ്ഞ് തൻ്റെ കൈകളിൽ നിന്നും വഴുതി എണീറ്റോടുന്ന കുസൃതി കൊടുക്കുകളായ തൻ്റെ ഓമനകളെ നോക്കി ശ്രേയ അമ്പരന്നു. പോലീസ് യൂണിഫോമിൽ കണ്ടിട്ടും അവർക്ക് യാതൊരു ഭയവുമില്ല. പുറത്ത് മുറ്റത്ത് വന്നു നിന്ന ജീപ്പിൻ്റെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും ആദ്യം ഓടിയതാണ്. പക്ഷേ പപ്പ സ്റ്റാച്യു ആയി നിന്ന് മീശ പിരിക്കുന്നത് കണ്ട് മുന്നോട്ട് പാഞ്ഞ അവർ പിന്നെ രണ്ടുപേരും താഴോട്ട് തല താഴ്ത്തി കൃഷ്ണമണി മേലോട്ടുയർത്തി ഇടം കണ്ണിലൂടെ ഒരു തുറിച്ചു നോട്ടം ആ മീശ പിരിക്കുന്ന അച്ഛൻ പോലീസിന്. അത് കണ്ടപ്പോൾ രഘുരാജന് ചിരി വന്നു. വാടാ മക്കളെ, എന്താ നിന്നു കളഞ്ഞത്? ഇനി പപ്പ പേടിപ്പിക്കില്ല, വാ. അവൻ അവരെ രണ്ടുപേരെയും വാരിയെടുത്തു. രണ്ടുപേരുടെയും കവിളിൽ ഒരുപാട് ഉമ്മ കൊടുത്തു. ഹരിരാജനും ഹരരാജനും 2 വയസ്സാണ് പ്രായം. ശ്രേയയുടെയും SI ആയ രഘുരാജിൻ്റെയും കുട്ടികൾ. രഘുരാജ് കുട്ടികളെ രണ്ടുപേരെയും താഴെ ഇറക്കി താൻ കൊണ്ടുവന്ന നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ഷൂ ഇരുവരെയും ധരിപ്പിച്ചു. ഇതെന്തിനാ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടുന്നത്? എന്തോരം ഉണ്ട് ഇവിടെ രഘുവേട്ട, ഇതുപോലത്തെ ഇവിടെ ഇഷ്ടം പോലെ ഇല്ലേ? അതൊക്കെ ചെറുതായില്ലേ, ഇതിത്തിരി വലുതാ. അത് ശരിയാണ്, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന 1 വയസ്സ് മുതലേ ചേട്ടന് പിന്നെ ഇത് തന്നെയല്ലേ പണി. ഒരു ചപ്പലുകട ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നു, അവിടുന്ന് കിട്ടിയതാ. നിനക്കും ഉണ്ട് ഒരു ജോഡി. ആഹാ, കാണട്ടെ. ഇന്നാ. അവൾ പൊട്ടിച്ചു നോക്കി. കൊള്ളാലോ. അതിൻ്റെ സ്ട്രാപ്പ് സോളോ ഒക്കെ വലിച്ചു നോക്കി. പൊട്ടൂല അല്ലേ രഘുവേട്ടാ? അത് കേട്ടപ്പോൾ തന്നെ രഘുവിന് പൊട്ടിച്ചിരി വന്നു. കളിയാക്കേണ്ട, അന്നത്തെ കാര്യം ഓർത്തിട്ടല്ലേ? കൊച്ചുകുട്ടിയെപ്പോലെ ചിണങ്ങിക്കൊണ്ട് പറഞ്ഞു. അയ്യേ. അവൾ ആ സംഭവം ഓർത്തു. ശ്രേയ കൂട്ടുകാരിയുടെ കല്യാണത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. അവൾ കയറിയ ബസ്സിൽ നല്ല തിരക്കുണ്ട്. കല്യാണപ്പെണ്ണിനുള്ള പ്രസൻറ്റേഷൻ വാങ്ങിച്ച് കൂട്ടുകാരികൾ ശ്രേയയെ വെയിറ്റ് ചെയ്ത് ടൗണിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ടൗണിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങവേ അവളുടെ കാലിലെ ചെരുപ്പിൽ ആരോ തിരക്കിനിടയിൽ ചവിട്ടി. ബലമുപയോഗിച്ച് ഇറങ്ങുകയായിരുന്നു അവൾ. ചെരുപ്പ് ചവിട്ടി പിടിച്ചത് കാരണം താഴേക്ക് വീണു. കയ്യിലെ തോല് പോയി, കൂടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടി. ചാടി എണീറ്റ് ഒന്ന് പൊട്ടിക്കണം എന്നുണ്ട്. അതിനവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ? ഒരു പ്രായമായ തടിച്ച സ്ത്രീയായിരുന്നു അത്. ആരോ ഒരു സ്ത്രീ അവളെ എടുത്തുയർത്തി. അവൾക്കാകെ ചമ്മലായി. കാലിലെ ചെരുപ്പിൻ്റെ സ്ട്രാപ്പ് പോയി. ആൾക്കാരൊക്കെ അവളെ പരിഹാസത്തോടെ നോക്കുന്നുണ്ട്. സുന്ദരി പെൺകുട്ടിയുടെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയപ്പോൾ അവളുടെ ചമ്മൽ ആസ്വദിക്കാൻ പലർക്കും തിരക്ക്. മോള് വിഷമിക്കേണ്ട, ദേ അവിടെ കെട്ടിടങ്ങളുടെ പിറകിൽ വീട്ടിൽ വെച്ച് ചെരുപ്പ് തുന്നുന്ന ഒരാളുണ്ട്, അവിടെ പോയിക്കോളൂ. ശ്രേയ ചെരുപ്പ് 2 കയ്യിലെടുത്ത് ആ പൊള്ളുന്ന വെയിലിൽ അവർ ചൂണ്ടിക്കാണിച്ച കെട്ടിടത്തിന് പിറകിലേക്ക് നടന്നു. അപ്പോഴേക്കും കൂട്ടുകാരികളുടെ ഫോൺ വന്നു. എടി ശ്രേയ, KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വാ. KSRTC ബസ് സ്റ്റാൻഡിലോ? കഷ്ടം, ഞാൻ പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയിട്ടുള്ളത്. എടി, എൻ്റെ ചെരുപ്പ് പൊട്ടി. ഒരു കാലമാടി തള്ള ചെരുപ്പമ്മേ കയറി ചവിട്ടി. ഞാൻ വീണു, എൻ്റെ കൈമുട്ടും പൊട്ടി. സങ്കടത്തോടെ അതിലേറെ ആശങ്കയോടെ അവൾ പറഞ്ഞു. ഷോ കഷ്ടം, നീ വേഗം ഒരു പുതിയ ചെരുപ്പ് വാങ്ങിയിട്ട് വരാൻ നോക്ക്, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. അവൾ പേഴ്സ് എടുത്തു നോക്കി. ഒരു 150 രൂപ കാണും. ഇതിനെന്ത് ചെരുപ്പാണ് കിട്ടുക? തിരിച്ചു പോകാൻ വണ്ടിക്കൂലി വേണ്ടേ? ഏതായാലും ഇത്തിരി സമയമായാലും വേണ്ടിയില്ല, തുന്നാൻ ചെറിയ പൈസ മതിയല്ലോ. റോഡിൽ നിന്ന് കാണുന്ന ആ കെട്ടിടങ്ങളുടെ പിറകിൽ ഒരുപാട് ജനവാസ കെട്ടിടങ്ങൾ, ജനങ്ങൾ താമസിക്കുകയും ചെറുകിട കച്ചവട കടകളുമുണ്ട്. അമ്മ, ചെരുപ്പ് തുന്നുന്ന ആൾ ഇവിടെ എവിടെയാ ഉള്ളത്? അവൾ അവിടെ കണ്ട ഒരു സ്ത്രീയോട് ചോദിച്ചു. അങ്ങ് മുകളിലെ റൂമിൽ വെള്ളൂങ്ങ ഇറുക്ക്, അയാൾ ചപ്പൽ റെഡി പണിയിടും. അവർ അവളുടെ കയ്യിലുള്ള ചെരുപ്പ് നോക്കി പറഞ്ഞു. ആ കെട്ടിടത്തിൻ്റെ സ്റ്റെയർ കേസ് വഴി അവൾ മുകളിലേക്ക് കയറി. മുകളിലെ നിലയിലെത്തിയ അവൾ ചെരുപ്പ് നന്നാക്കുന്ന വെള്ളൂങ്ങയുടെ റൂം ഏതാണെന്ന് തിരയുകയായിരുന്നു. സാർ, ഇവിടെ ഒരെണ്ണം ഉണ്ട്, തൂക്കൂ. ശ്രേയ ഞെട്ടിപ്പോയി. പോലീസുകാർ. അവരെ കണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. 3-4 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. ഹെഡ് കോൺസ്റ്റബിളിൻ്റെ നേതൃത്വത്തിൽ കുറേ വനിതാ പോലീസുകാർ ഇടനാഴിയിലൂടെ നടന്നു വരികയായിരുന്നു. ചെരുപ്പും കയ്യിൽ പിടിച്ച് അവരെ കണ്ട് ഭയന്ന് പിന്തിരിയുന്ന അവളെ വനിതാ പോലീസ് പിടികൂടി. ചെരുപ്പും കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ സാർ? നീയൊക്കെ ഒന്നും പറയണമെന്നില്ല. ഈ കെട്ടിടത്തിൻ്റെ സംസ്കാരം ഇവിടെ എല്ലാവർക്കും അറിയാം, ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാൻ അനുവദിച്ചില്ല. ഒരു വനിതാ പോലീസ് കരുണയില്ലാതെ അവളെ കയ്യിൽ ബലമായി പിടിച്ചു തള്ളി നടത്തിച്ചു. ആ സ്ത്രീകൾക്കൊപ്പം അവളെയും കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. ഫോണൊക്കെ വാങ്ങിവെക്കൂ, ഇവൾക്കും കാണും വല്ല എംബോക്കുകളും വിളിച്ചു പറയാൻ. നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കണം എല്ലാത്തിനെയും. ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞത് കേട്ട് എല്ലാ സ്ത്രീകളുടെ കയ്യിൽ നിന്നും വനിതാ പോലീസ് മൊബൈൽ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ആ സ്ത്രീകൾക്കൊപ്പം അവൾ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്നു. ഏതാടി നീ? പുതിയതാ അല്ലേ? ഒരു ചുന്ദരി. വെറുതെ അല്ല നാട്ടിൽ പാട്ടായി റെയ്ഡായത്. മറ്റുള്ളവരുടെ കഞ്ഞികുടി മുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളും ഭൂലോക രംഭകൾ. അതിലൊരു സ്ത്രീ അവളോട് കയർത്തു. ചേച്ചി, ഞാൻ. മിണ്ടരുത് നീ. അവർ ചുണ്ടത്ത് വിരൽ വെച്ച് കണ്ണുരുട്ടി കാണിച്ചു. വാസു സാർ, FIR റെഡിയാക്കൂ. ഹെഡ് കോൺസ്റ്റബിൾ റൈറ്റർക്ക് നിർദ്ദേശം നൽകുന്നത് ശ്രേയ കേട്ടു.
തൻ്റെ ജീവിതം ഇവിടെ ഒടുങ്ങാൻ പോകുന്നു. FIR റെഡിയാക്കി നേരെ കോടതിയിലേക്ക്, അവിടെ നിന്ന് നേരെ ജയിലിലും. ഇതെന്തു വിധിയാണ് ഈശ്വര. ഇവിടുത്തെ SI ആരാണെന്നറിയാമോ? ഇപ്പോൾ വരും, അപ്പോൾ കാണാം. ഓരോ പ്രാവശ്യവും ഇവിടെ വന്നാൽ ഞങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ച് എല്ലാം മാന്തിപ്പൊളിച്ച് തിന്നിട്ടുണ്ട് പിന്നാമ്പുറത്ത് വെച്ച്. നിന്നെപ്പോലുള്ള കിളുന്തിന് എന്താ ചെയ്യുന്നതെന്ന് കണ്ടറിയണം ഈശ്വര. അവൾ നടുങ്ങി. ആ സ്ത്രീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ചിലക്കാതെ ഇരിക്കട്ടെ, SI വരുന്നുണ്ട്. അവരുടെ ചിരി കേട്ട് പുറത്തുനിന്ന് പാറാവ് പോലീസ് വിളിച്ചു പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ SI കയറി വന്നു. എൻ്റെ അമ്മച്ചി, ആളു മാറിയല്ലോ. ആ സ്ത്രീ പിറുപിറുക്കുന്നത് കേട്ട് അവൾ ചെറുപ്പക്കാരനായ SIയെ നോക്കി. ചടപടാന്ന് മറ്റ് പോലീസുകാർ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു. സാർ, ടൗണിൽ ഇന്ന് നടത്തിയ റെയ്ഡിൽ കിട്ടിയതാ. ഹെഡ് കോൺസ്റ്റബിൾ പിടികൂടിയ സ്ത്രീകളെ കാണിച്ചു പറഞ്ഞു. SI അവരുടെ അടുത്ത് വന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു. അപ്പോഴാണ് ശ്രേയ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കുന്നത്. ഇത് തൻ്റെ കോളേജിലെ സീനിയർ രഘുരാജ് അല്ലേ? അവളുടെ ഉറ്റമിത്രം. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ഓടിച്ചെന്ന് രഘുവിനെ വട്ടം കയറി ചുറ്റിപ്പിടിച്ചു. സ്ത്രീകളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെയൊരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചില്ല. ശ്രേയ എങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ? ശ്രേയയെ കണ്ട് രഘുവും പകച്ചുപോയി. എന്തുപറ്റി ശ്രേയ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളോട് അവൻ ചോദിച്ചു. ഒറ്റ ശ്വാസത്തിൽ അവളെല്ലാം പറഞ്ഞു. പൊട്ടിയ ചെരുപ്പ് കാണിച്ചു കൊടുത്തു. സാരമില്ല, നീ വിഷമിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ചാർജ് എടുത്തത്. പുതിയ നിയമനമാണ്. അവൻ അവളെ അടർത്തി മാറ്റി പറഞ്ഞു. അവൾക്ക് സന്തോഷമായി. എല്ലാം കണ്ടു പകച്ചു നിൽക്കുന്ന ഹെഡ് കോൺസ്റ്റബിളിനെ രൂക്ഷമായി രഘുരാജ് ഒന്ന് നോക്കി. സോറി സാർ, അറിയാതെ പറ്റിപ്പോയതാ. നിനക്ക് വെച്ചിട്ടുണ്ട്. രഘുരാജ് വിരൽ ഉയർത്തി കാണിച്ചു. ശ്രേയ വരൂ. അവളെയും കൊണ്ട് അയാൾ SIയുടെ ക്യാബിനിൽ പ്രവേശിച്ചു. ഇരിക്ക്. തനിക്ക് മുമ്പിലുള്ള സീറ്റിൽ ഇരുത്തിച്ച് കുടിക്കാൻ വെള്ളം നൽകി. ആ കല്യാണം എനിക്കുമുണ്ടടി, നമുക്ക് ഒന്നിച്ചു പോകാം. രഘുരാജ് ഇരുന്നിരുന്ന സീറ്റിന് താഴെ നിന്ന് എന്തോ എടുത്തു. ഇത് ഇട്ടോളൂ. വാട്സാപ്പിൽ അനിയത്തി രാവിലെ ഇട്ടുതന്ന മോഡൽ അനുസരിച്ച് വാങ്ങിച്ച ആ പുതിയ ചെരുപ്പ് പാക്കറ്റ് പൊട്ടിച്ച് രഘുരാജ് SI ശ്രേയയുടെ കാലിൽ ഇട്ടുകൊടുത്തു. മിക്കവാറും പാകമാകും, അവൻ പറഞ്ഞു. എൻ്റെ പെങ്ങളെപ്പോലെയുള്ള ശരീരപ്രകൃതിയാണല്ലോ നിനക്കും. ശ്രേയ അത് കേട്ട് കുണുങ്ങിച്ചിരിച്ചു. അതെ, കല്യാണത്തിന് ഞങ്ങളൊക്കെ വന്നായിരുന്നല്ലോ. സ്മിതയ്ക്ക് സുഖമാണോ? അവൾ ചോദിച്ചു. പ്രഗ്നൻ്റാ. അവൾക്കിത് 8ാം മാസം. ആണോ? ജോലിയൊക്കെ കിട്ടിയല്ലോ. ഇനി രഘുവേട്ടന് കല്യാണം കഴിച്ചുകൂടെ? വേണം, നല്ലൊരാളെ ഒത്തുകിട്ടണ്ടേ. ഹെഡ് കോൺസ്റ്റബിൾ വന്ന് ശ്രേയയുടെ മൊബൈൽ തിരിച്ചേൽപ്പിച്ചു. അയാൾ അവളോട് ഒന്നുകൂടി മാപ്പ് ചോദിച്ചു. ശ്രേയ ചിരിച്ചു തലയാട്ടി. ഫോൺ ഓൺ ചെയ്തു. കൂട്ടുകാരികളോടൊക്കെ ശ്രേയ സംഭവിച്ച കാര്യം പറഞ്ഞു. ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ശ്രേയ അങ്ങോട്ട് പോന്നോളൂ. ശ്രേയയെക്കുറിച്ച് വിവരമില്ലാതെ വിഷമിച്ച അവർക്കും ആശ്വാസമായി. ശ്രേയയും കൂട്ടി രഘുരാജ് SI കല്യാണത്തിന് പുറപ്പെട്ടു. രഘുവേട്ടൻ്റെ കൂടെ കല്യാണത്തിന് പോയതും വന്നതും അവിടുന്ന് ഇങ്ങോട്ട് സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നം പോലെ സുന്ദരമായിരുന്നു. ജീവിതകഥയിൽ നായകനായപ്പോൾ അന്ന് തുടങ്ങിയ പ്രേമകഥയിലെ നായകനും രഘുവേട്ടനാകണം എന്നത് ഉള്ളിൽ തറച്ച മോഹത്തിൻ്റെ ശക്തിയായിരുന്നു. കാരുണ്യത്തിലൂടെ കയറിയ പ്രേമത്തിന് ആ മോഹം സഹായകരമായി. പാവപ്പെട്ട കുടുംബത്തിലെ മകനായതുകൊണ്ട് തന്നെ അതിരു കവിഞ്ഞ ആഗ്രഹത്തിന് പിറകെ പോയില്ല. തന്നെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ തീപ്പൊരി മതിയായിരുന്നു വിവാഹത്തിലെത്താൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.